നമസ്കാരം, അക്ഷയ മലയാളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മാർച്ച് മാസത്തിൽ നിർബന്ധമായും അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു അഭ്യർത്ഥന, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക. മാർച്ച് മാസത്തിൽ സംസ്ഥാനത്ത് നീലയും വെള്ളയും റേഷൻ കാർഡുകൾക്കുള്ള അരി വിതരണത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിൽ അരി വിതരണം കുറഞ്ഞതിനെ തുടർന്ന് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണവും കുറവായിരുന്നു. റേഷൻ വാങ്ങുന്നവരുടെ ശതമാനം പരിശോധിച്ചാൽ ജനുവരി മാസത്തിൽ 79.75%, ഫെബ്രുവരി മാസത്തിൽ 78.93% മാത്രമാണ് റേഷൻ വാങ്ങിയത്. സംസ്ഥാനത്താകെ 95,43,599 റേഷൻ കാർഡ് ഉടമകൾ ഉണ്ടെങ്കിലും ഫെബ്രുവരി മാസത്തിൽ 75 ലക്ഷത്തോളം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് പ്രധാന കാരണം നീലയും വെള്ളയും റേഷൻ കാർഡുകളുടെ അരി വിതരണം കുറച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ റേഷൻ വാങ്ങാൻ എത്താതിരിക്കുകയും ചെയ്തു. എന്നാൽ ഡിസംബർ മാസത്തിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അന്ന് വെള്ള കാർഡുകൾക്ക് 10 കിലോ അരി, നീല കാർഡുകൾക്ക് 5 കിലോ സ്പെഷ്യൽ അരിയും നൽകിയിരുന്നു. അതിനാൽ ഡിസംബർ മാസത്തിൽ 85.40% കാർഡ് ഉടമകൾ റേഷൻ വാങ്ങിയിരുന്നു. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മാർച്ച് മാസത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യം നീല റേഷൻ കാർഡുകളുടെ വിവരങ്ങൾ നോക്കാം. ഫെബ്രുവരി മാസത്തിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി മാത്രം ലഭിച്ചിരുന്നു. എന്നാൽ മാർച്ച് മാസത്തിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി കൂടാതെ ഒരു കാർഡിന് 2 കിലോ സ്പെഷ്യൽ അരിയും നൽകിയിരുന്നു. ഈ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. കൂടാതെ സ്റ്റോക്കിനനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ടയും ലഭിക്കും. ഇപ്പോൾ വെള്ള റേഷൻ കാർഡുകളുടെ വിവരങ്ങൾ നോക്കാം. ഫെബ്രുവരി മാസത്തിൽ 2 കിലോ അരി മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ മാർച്ച് മാസത്തിൽ വെള്ള കാർഡുകൾക്ക് ഒരു കാർഡിന് 6 കിലോ അരി നൽകും. കൂടാതെ സ്റ്റോക്ക് അനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ടയും 17 രൂപ നിരക്കിൽ ലഭിക്കും. മഞ്ഞയും പിങ്ക് റേഷൻ കാർഡുകൾക്ക് മുൻമാസത്തിൽ ലഭിച്ചിരുന്ന അതേ വിഹിതങ്ങൾ തന്നെയാണ് മാർച്ച് മാസത്തിലും നൽകുന്നത്. മാർച്ച് മാസത്തിൽ എല്ലാ ഭാഗം കാർഡുകൾക്കും 2 കിലോ പച്ചരി ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ അനുവദിച്ച മണ്ണെണ്ണയുടെ സ്റ്റോക്ക് കൂടുതലായതിനാൽ ഈ മാസം എല്ലാ വിഭാഗം കാർഡുകൾക്കും 1 ലിറ്റർ മണ്ണെണ്ണ നൽകും. മണ്ണെണ്ണയുടെ വിലയിൽ മാറ്റമുണ്ട്. ഇപ്പോൾ 1 ലിറ്ററിന് 71 രൂപയായി വില ഉയർന്നിട്ടുണ്ട്. മുൻപത്തെ വിലയിൽ നിന്നും 4 രൂപ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ റേഷൻ വിഹിതം സമയത്ത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അടുത്ത വാർത്ത അപ്ഡേറ്റ്, പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു വലിയ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇറാൻ ഫോർമോസ് കടലിടുക്ക് അടച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. കാരണം ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം പകുതി ഈ കടൽപാതയിലൂടെയാണ് എത്തുന്നത്. ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇന്ധന വിതരണത്തിലും ഇപ്പോൾ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുമേഖലാ എണ്ണ കമ്പനികളും പുതിയ വിതരണ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് പുതിയ ചർച്ചകളും നടക്കുന്നു. ഇതിനൊപ്പം ഏഷ്യൻ സമുദ്ര മേഖലയിലുള്ള റഷ്യൻ എണ്ണ ശേഖരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് LPG ഗ്യാസ് ലഭ്യതയാണ്. രാജ്യത്ത് ഉപയോഗിക്കുന്ന LPGയുടെ 80% ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നത്. ഈ LPGയുടെ വലിയൊരു ഭാഗവും ഫോർമോസ് കടൽപാതയിലൂടെയാണ് എത്തുന്നത്. ഇത് തടസ്സപ്പെട്ടാൽ രാജ്യത്ത് ഗ്യാസ് വിതരണത്തിൽ നിയന്ത്രണങ്ങൾ വരാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ ഇന്ത്യക്ക് 10 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരണം ഉണ്ടെന്നാണ് വിവരം. അതേസമയം ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ എത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. അടുത്ത വാർത്ത അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികളുടെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമായും സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് ടു വർക്ക് പദ്ധതി, ഇതുകൂടാതെ സ്കോളർഷിപ്പ് പദ്ധതികൾ, ഇവയുടെ തുക ഈ മാസം വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏകദേശം മാർച്ച് 25ഓടെ ഈ സഹായങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തുകകൾ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നതാണ്. മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച പുതിയ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാനുള്ള സാധ്യതയുണ്ട്. അതായത് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ ഇത് രണ്ടും ഒരുമിച്ച് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന വിഷു, ഈസ്റ്റർ, തെരഞ്ഞെടുപ്പ് എന്നിവ കണക്കിലെടുത്താണ് ഈ തീരുമാനം. അടുത്ത വാർത്ത അപ്ഡേറ്റ്, റംസാൻ പ്രമാണിച്ച് സപ്ലൈകോയിൽ പ്രത്യേക ഭക്ഷ്യക്കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. റംസാൻ നിലാവ് എന്ന പേരിലാണ് ഈ കിറ്റ്. ഈ കിറ്റിൽ ഏകദേശം 1018 രൂപ വിപണി വില വരുന്ന 15 സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഉപയോക്താക്കൾക്ക് ഇത് 786 രൂപയ്ക്ക് ലഭിക്കും. ഈ ഓഫർ മാർച്ച് 20 വരെ ലഭ്യമാണ്. ഇതോടുകൂടി ഡെയിലി അപ്ഡേറ്റ് സമാപനമാകുകയാണ്.
ഇത്തരത്തിലുള്ള വാർത്തകൾ, സർക്കാർ അറിയിപ്പുകൾ, പ്രധാന അപ്ഡേറ്റുകളെല്ലാം ദിവസേന അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്തും കൊടുക്കുക. നാളെ വീണ്ടും പുതിയ ഡെയിലി അപ്ഡേറ്റ്സുമായി കാണാം. നന്ദി, നമസ്കാരം.